പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇൻ ഇംഗ്ലീഷ് ജീസസ് ക്രൈസ്റ്റ് ന്യൂട്രിഷൻ സാൽവേഷൻ ഡോക്ട്രിൻ ഇൻ ഷോർട്ട് JCNDSD എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഈ ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ഗ്രൂപ്പിൽ കൂടെ 4 ഭാഷകളിൽ നിങ്ങൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. ആ സുവിശേഷം യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും പ്രസ്താവിച്ച സുവിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ എൻകറേജ്മെന്റ്, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഈ സുവിശേഷ ഘോഷണത്തിന് ഏറ്റവും താങ്ങും തണലുമായി നിന്നിരുന്നു. ഇനിയും ഈ ഗ്രൂപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന സുവിശേഷം അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉതകുന്നതാകുന്നു എന്ന് 100% ഗ്യാരണ്ടിയോടുകൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ ലോകത്തിന്റെ അറിവ് കൊണ്ടോ പഠിപ്പ് കൊണ്ടോ അല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെയോ ദൈവവചനം ഞങ്ങൾ വായിച്ചു മനസ്സിലാക്കി യേശുക്രിസ്തു സുവിശേഷിച്ചതും യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ച സുവിശേഷം ആ അപ്പോസ്തലന്മാർ എങ്ങനെയാകുന്നു ലോകത്തിൽ പ്രചരിപ്പിച്ചത്, അവരെന്ത് പറഞ്ഞു, അവരെന്ത് കേൾപ്പിച്ചു, അവരെന്ത് പ്രമാണം തന്നു, എന്ത് എഴുതി തന്നു, അത് ഡിറ്റോ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ കൂടെ പ്രസ്താവിക്കുന്ന സുവിശേഷം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ രക്ഷ ലഭിക്കും. നിത്യതയിൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ യുഗായുഗം ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും മുൻപതിയോടുകൂടെ ഇത് യേശുനാമക്കാരുടെ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഇത് ദുരുപദേശമെന്ന് നിങ്ങൾ പറഞ്ഞ് മുദ്ര കുത്താതെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, അതിനുശേഷം നിങ്ങൾ വിലയിരുത്തുക ഞങ്ങൾ പറഞ്ഞത് തെറ്റോ ശരിയോ എന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും JCNDSD അഥവാ ജീസസ് ക്രൈസ്റ്റ് ന്യൂട്രിഷൻ സാൽവേഷൻ ഡോക്ട്രിൻ അഥവാ മലയാളത്തിൽ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഹാർദവമായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ലൈവിലേക്ക് ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൃപാലുവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം തൃത്വ പെന്തക്കോസ്ത് പാസ്റ്റർമാരിൽ വ്യാപരിക്കുന്ന ആത്മാവ്. ആ ആത്മാവ് പരിശുദ്ധാത്മാവാണോ അതോ വഞ്ചനയുടെ ആത്മാവാണോ എന്ന് ഉള്ള വിഷയമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ നേരെ നെറ്റി ചൊളിക്കുമായിരിക്കും, കണ്ണുകൾ മിഴിക്കുമായിരിക്കും. തീർച്ചയായിട്ടും ഈ കാലഘട്ടം കൃപായുഗമാണ്. അനേക ഡിനോമിനേഷൻ ഓർഗനൈസേഷൻ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് അനേകർ വരികയും വഞ്ചിക്കുകയും ചെയ്യുമെന്ന് പ്രവചന നിവൃത്തിയാകുന്ന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. സത്യം എന്തെന്നറിയാതെ ആളുകൾ നെട്ടോട്ടം ഓടുന്നു. ഒരു സഭ വിട്ട് വേറെ സഭയിലേക്ക് പോകുന്നു, അവിടുന്ന് വേറെ സഭയിലേക്ക് കുരങ്ങ് ചാടുന്ന പോലെ ചാടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ BTH, MDH, PhD, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്നുള്ള ബിരുദങ്ങൾ ഉള്ള തൃത്വക്കാരായിരിക്കുന്ന പാസ്റ്റർമാര് നിങ്ങളോട് പറയുന്ന ഉപദേശങ്ങൾ അത് ബൈബിളിൻ പ്രകാരം ശരിയാണോ തെറ്റാണോ, അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് പരിശുദ്ധാത്മാവാണോ വഞ്ചനയുടെ ആത്മാവാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള സ്കെയില്, അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് ബൈബിൾ വചനം മാത്രമാകുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഈ സബ്ജക്റ്റ്, അതായത് തൃത്വ പാസ്റ്റർമാരിൽ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവോ അതോ ദുരാത്മാവോ എന്ന് ബൈബിളിന്റെ വചനത്തിൽ കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യമായി ഞാൻ വായിക്കുന്നു
1 യോഹന്നാൻ 4-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ എല്ലാ വാക്യങ്ങളും ഇംഗ്ലീഷിൽ വായിക്കും. അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ മലയാളത്തിൽ പറയും. എക്സാക്ട് മലയാളത്തിലുള്ള ബൈബിൾ ട്രാൻസ്ലേഷൻ അല്ല എന്നുകൂടി അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മലയാളം വായിച്ചു വരുമ്പോൾ അതിന് തടസ്സം വരുന്നുണ്ട്. അപ്പൊ അത് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നത്. ക്ലാരിറ്റി അത് തന്നെയാണ്. മാത്രമല്ല എന്റെ ലാംഗ്വേജ് മലയാളം പഠിച്ചത് 45 വർഷം മുമ്പ്. അന്ന് ആ ലൊക്കാലിറ്റിയിലുള്ള മലയാളമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന തട്ടുതകർപ്പൻ പ്രസംഗക്കാരുടെ ലാംഗ്വേജിന്റെ ലിറ്ററസി, ക്ലാരിറ്റി, പ്രിസൈസ്നെസ് ഒന്നും എനിക്കുണ്ടായിരിക്കില്ല എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ടങ് സ്ലിപ്പ് വന്നാൽ നിങ്ങൾ അത് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ടങ് സ്ലിപ്പായിട്ട് നിങ്ങൾ അതിനോട് ക്ഷമിക്കണമെന്ന് ആദ്യമായി തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. തീർച്ചയായിട്ടും വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലൈവിൽ വരുവാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം എനിക്കൊരു അവസരം തന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് 16 കോടി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ സബ്ജക്റ്റിലേക്ക് കടന്നു വരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന വചനം നിങ്ങൾ ബെറിയയിലെ വിശ്വാസികളെ പോലെ വചനം കേൾക്കുക മാത്രമല്ല, അവർ തെസ്സലോനിക്കക്കാരെക്കാട്ടും സാമർത്ഥ്യരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചു പോന്നു. അതുകൊണ്ട് ഈ കൃപായുഗത്തിൽ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഈ സ്കോളേഴ്സ്, ബൈബിൾ പണ്ഡിറ്റ്സ് എന്ന് അവകാശപ്പെടുന്നവർ പറയുന്ന ഉപദേശങ്ങൾ അവർ കേൾക്കുമ്പോൾ അത് ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ച് ചെക്ക് ചെയ്ത് അതിന്റെ കറക്റ്റ്നെസ് നിങ്ങൾ അറിയേണ്ടതാണെന്നു എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ വായിക്കാൻ പോകുന്നു. 1 John chapter 4 verse 6. We are of God. He that knoweth God heareth us. He that is not of God heareth not us. Hereby know we the spirit of truth and the spirit of error. ഇവിടെ പറയുന്നതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ ആകുന്നു: ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ഇതിനാൽ ആത്മാവ് സത്യത്തിന്റെ ആണോ അതോ വഞ്ചനയുടെ ആത്മാവാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുവന്റെ ഉള്ളിലെ ആത്മാവ് പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ എന്നറിയാൻ വേണ്ടി ഒരു BTHും ഒരു MDHും ഒരു PhDയും ഒരു മാസ്റ്റർ ഓഫ് ഡിവിനിറ്റിയും ഒന്നും വേണ്ട. ബൈബിൾ വായിക്കുക. 1 യോഹന്നാൻ ലേഖനം 4:6 വളരെ വ്യക്തമായി പറയുന്നു. അപ്പോസ്തലന്മാർ പറയാണ്, യോഹന്നാൻ പറയാണ്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തല വൃന്ദത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പറയാണ്, ഞങ്ങൾ അപ്പോസ്തലന്മാർ ദൈവത്തിൽ നിന്നുള്ളവർ. അടുത്ത പോയിന്റ് എന്താണ്? ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ അറിയുന്നവർ എന്ന് പൗലോസ് ഇവിടെ പറയുമ്പോൾ ഏത് ദൈവത്തെ അറിയണമെന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്തിലെ ജാതീയ ദേവന്മാരായിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലായിരിക്കുന്ന രാമനോ കൃഷ്ണനോ ശിവനോ പാർവതിയോ ഗണപതിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ദൈവത്തെ കുറിച്ചാണോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? അല്ലെങ്കിൽ ഗ്രീസ്, അല്ലെങ്കിൽ അങ്ങനെ അരാമ്യ, അങ്ങനെ പുരാതന കാലത്തുള്ള ദൈവങ്ങളെ കുറിച്ച് അറിയുന്ന കാര്യമാണോ ഇവിടെ പൗലോസ് പറയുന്നത്? പൗലോസ് പറയുന്ന ദൈവം യേശു ക്രിസ്തു എന്ന ദൈവത്തെ കുറിച്ചാണ്. അതായത് മോശയുടെ ന്യായപ്രമാണത്തിൽ എരിവോടുകൂടി യഹോവ മാത്രമാണ് ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ന്യായപ്രമാണത്തിന് വേണ്ടി എരിവോടുകൂടി ക്രിസ്ത്യ സമൂഹത്തെയും ക്രിസ്ത്യാനികളെയും മുടിപ്പിച്ചു കൊന്നുവന്ന ആ ശൗലായിരിക്കുന്ന പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വന്നപ്പോൾ സൂര്യനെ വെല്ലുന്ന വെളിച്ചം അവനെ ചുറ്റി മിന്നിയപ്പോൾ അവൻ നിലത്തു വീണു ചോദിക്കാണ്, നീ ആരാകുന്നു കർത്താവേ? ഇത് പൗലോസ് ചോദിച്ചത് നീ ആരാകുന്നു കർത്താവേ യേശുവേ എന്നല്ല, നീ ആരാകുന്നു യഹോവേ എന്നാ ചോദിച്ചത്. കാര്യം പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് ശൗലായിരിക്കുമ്പോൾ
ന്യായപ്രമാണത്തിലെ യഹോവയായ ദൈവത്തെ അല്ലാതെ ഇസ്രായേൽ ജനമോ യഹൂദന്മാരോ വേറൊരു ദൈവത്തെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആവർത്തനം 4 പറയുന്ന ആ ന്യായപ്രമാണം പൗലോസിന്റെ ഉള്ളിൽ ആഞ്ഞു തറച്ചു വെച്ചിരിക്കുകയാണ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് യഹൂദ ജനത്തിൽ ഓരോ കുട്ടികൾ ജനിക്കുമ്പോഴും അവരുടെ ചെവിയിൽ മന്ത്രിക്കുന്ന വാക്യമാണ് ആവർത്തനം 6-ാം അധ്യായം 4 ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ അവരുടെ ചെവിയിൽ ആ മാതാവ് ഓതിക്കൊടുക്കുന്ന വചനമാകുന്നു ആവർത്തനം 4. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പോൾ ശൗൽ ഈ യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കുകയും വിശ്വസിക്കുകയും ആ പ്രമാണത്തെ വളരെ എരിവുള്ളവനായിരിക്കുമ്പോഴാകുന്നു ക്രിസ്ത്യാനികളെ മുട്ടിപ്പിക്കാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി അധികാരികളോട് അധികാരപത്രം മേടിച്ചുകൊണ്ട് ഡെമസ്കോസിൽ എത്തിയപ്പോൾ ഇതാ അവനെ ചുറ്റി മിന്നുന്ന സൂര്യനെ വില്ലുന്ന ഒരു പ്രകാശത്തിൽ അവൻ വീണു. ചോദിക്കാണോ, ആരാകുന്നു നീ കർത്താവ് എന്ന്? അപ്പോൾ ഉത്തരം കേട്ടത് എന്താണ്? നീ ഉപദ്രവിക്കുന്ന യേശു. ഇതിൽ നിന്ന് ഒരു കാര്യം എന്ത് മനസ്സിലാക്കണം? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ആരെയാണ്? യേശുവിനെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശബ്ദം കേൾക്കുന്നത് യേശുക്രിസ്തു ലോകത്തിലുള്ളപ്പോഴല്ല. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഭൂമിയിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനു ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് പൗലോസ് ഡയറക്റ്റ് ആയിട്ട് യേശുക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ ഉള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ശബ്ദം കേൾക്കുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു. അതിനുശേഷം കണ്ണു കാണാതെ അന്ധനായി 3 ദിവസം ഒരു റൂമിലായപ്പോൾ ദൈവം തന്നെ അനന്യാസ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ശൗലിന്റെ അടുക്കലേക്ക് അയച്ചു. 3-ാം ദിവസം അവന്റെ മേൽ കൈവച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണിലെ തിമിരം മാറി, അവൻ കാഴ്ച പ്രാപിച്ചവനായി. അപ്പോൾ അനന്യാസ് പറഞ്ഞു, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ യഹോവ അനന്യാസ് ഇങ്ങനെ പറയാണ്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് നിന്നെ വിളിച്ചത്. അപ്പോൾ ശൗലായിരിക്കുന്ന പൗലോസിന്റെ പിതാക്കന്മാരുടെ ദൈവം ആരാകുന്നു? അബ്രഹാമിന്റെ, ഇസാക്കിന്റെയും യാക്കോബിന്റെയും, യാക്കോബിന്റെ 12 മക്കളിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ ഇന്ന് നമ്മൾ ലോകത്തിൽ കിടുകിട ഉറപ്പിക്കുന്ന ഇസ്രായേൽ എന്ന രാഷ്ട്രം. ആ യാക്കോബിന്റെ 12 മക്കളിൽ കൂടെ വന്ന അവരുടെ പരമ്പരാ സന്തതികളാവുന്നു ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഇസ്രായേൽ രാഷ്ട്രം ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അബ്രഹാമിന്റെ സന്തതി, വാഗ്ദത്ത സന്തതി, ആ സന്തതിയോട് ഒരിക്കലും ഹല്ലേലൂയ പൊരുതിപ്പാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ പറയുന്നത് ഒരുവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് പരിശുദ്ധാത്മാവാണോ വഞ്ചനയുടെ ആത്മാവാണോ എന്ന് അറിയേണ്ടത് ഏതിൽ കൂടെയാണ്? അവർ അപ്പോസ്തലന്മാരായിരിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കണം. യേശുക്രിസ്തു എന്ന ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞാൽ, യേശുക്രിസ്തു എന്ന ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തൃത്വത്തിലെ പാസ്റ്റർമാർ പറഞ്ഞാൽ, ആ പാസ്റ്റർമാർ അനുസരിക്കേണ്ടത് ആര് പറഞ്ഞതനുസരിക്കണം? അപ്പോസ്തലന്മാർ പറഞ്ഞത് അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചില്ല എങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് വഞ്ചനയുടെ ആത്മാവാണെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 6 വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാര് എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ലോകത്തിലായിരുന്നപ്പോൾ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയുന്നില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴിനടത്തുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം.
എന്നോട് കേട്ട പിതാവ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഉടനെ തൃത്വക്കാർ പറയും അവിടെ പിതാവും പുത്രനുമുണ്ട്. ഇല്ല, അവിടെ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? എന്നോട് കേട്ട പിതാവ്. അപ്പൊ ഞാനാണ് പിതാവ്, എന്നോടാണ് നിങ്ങൾ കേട്ടത്. 3.5 വർഷക്കാലം യേശുക്രിസ്തു എപ്പോഴെങ്കിലും ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു പിതാവിനെ കൊണ്ട് കാണിച്ചു നിർത്തിയിട്ട് ഈ പിതാവ് എന്റെയാണ്, ഈ പിതാവ് പറഞ്ഞ് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താ പറഞ്ഞത്? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? അത് പറഞ്ഞത് പിതാവാണ് പറഞ്ഞത്, അത് ദൈവമാകുന്നു എന്നാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ മോശയുടെ ന്യായപ്രമാണമായിരിക്കുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനത്തിൽ മോശ എന്തു പറഞ്ഞു? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, മോശ മുതൽ സകല പ്രവാചകന്മാരും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന യഹോവയായ ദൈവം, യാഹ് എന്ന ദൈവം, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറയുന്നതായ ആ ദൈവം ഞാനാകുന്നു എന്നാകുന്നു യേശുക്രിസ്തു പറഞ്ഞത്. ഇത് ഇവിടുത്തെ ക്രിസ്തുഭാഷ അംഗീകരിക്കുവോ? അവർ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവര് പറയുന്നത് പിതാവായ ദൈവം തൃത്വത്തിൽ ഒന്നാമൻ, യേശുക്രിസ്തു തൃത്വത്തിൽ രണ്ടാമൻ. ഈ പഠിത്തം എവിടെ നിന്ന് വന്നു? ഈ പഠിത്തം വന്നത് എവിടെ നിന്നാണ്? ബാബിലോണിന്റെ ചരക്കാകുന്ന ബൈബിളിന് വെളിയിലുള്ള ജാതി സങ്കല്പങ്ങളിലെ പ്രമാണമാകുന്ന തൃത്വമാണ് കറങ്ങിത്തിരിഞ്ഞ് പെർഗാമോസിൽ വന്ന് പിന്നെ റോമിൽ വന്നപ്പോൾ കത്തോലിക്കിനടുത്ത് അവന്റെ പെടലിയിലിട്ട് ശിവന്റെ പെടലിയില് ഒരു മൂർഖൻ പാമ്പ് കിടക്കുന്ന പോലെ കത്തോലിക്ക സഭക്കാര് തൃത്വം എന്ന മൂർഖൻ പാമ്പിനെ എടുത്ത് കഴുത്തലിട്ടുകൊണ്ട് നടക്കുകയാണ്. ആ തൃത്വം സ്വീകരിച്ചുള്ള റോമ കത്തോലിക്ക സഭയുടെ പെൺമക്കളായിരിക്കുന്ന പെന്തക്കോസുകാരും അതുപോലെയുള്ള ഈ സർപ്പത്തിന്റെ കുഞ്ഞുങ്ങളെ ഇട്ട് പെടലിൽ ചുറ്റിക്കൊണ്ട് നടത്തിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ തൃത്വഭാഷമാര് നിങ്ങളുടെ IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, അതുപോലെ TPM, പെനിയൽ, ബെഥേൽ, അങ്ങനെ ഏതൊക്കെ തൃത്വഭാഷ നിങ്ങൾ കാണുന്നുവോ കേൾക്കുന്നുവോ അവർ അപ്പോസ്തലന്മാര് പറഞ്ഞ സ്നാനത്തിന്റെ ഉപദേശമായിരിക്കുന്ന നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ച പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു. അത് കേട്ട് 3000 പേരും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടപ്പോൾ ദൈവം അവരെ ദൈവസഭയിൽ ചേർത്തെങ്കിൽ ഇന്നത്തെ തൃത്വഭാഷന്മാരെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടോ? ഇവിടെ എന്താണ് യോഹന്നാൻ പറഞ്ഞത്? ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈബിളിൽ പറയുന്ന ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറയുന്ന യഹോവയായ ദൈവം പുതിയ നിയമത്തിൽ അത് യേശുക്രിസ്തു ആണെന്ന് വിശ്വസിച്ചിട്ട് ആ യേശുക്രിസ്തു ആവുന്ന ദൈവത്തിൽ വിശ്വസിക്കാതെ നിങ്ങൾ അപ്പോസ്തലന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ മത്തായി 22:19 ചൊല്ലിക്കൊണ്ട് സ്ഥാനം കൊടുത്താൽ നിങ്ങൾ അപ്പോസ്തലന്മാര് പറഞ്ഞത് കേട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ദൈവം യേശുക്രിസ്തു അല്ല എന്നാണ് അവിടുത്തെ അർത്ഥം. അപ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച, പ്രമാണിച്ച, കാണിച്ച, എഴുതപ്പെട്ട സ്നാനമാണ് പാപത്തിന്റെ മോചനത്തിന് വേണ്ടി, പാപങ്ങളെ കഴുകി കളയാൻ വേണ്ടി, ക്രിസ്തുവിനോട് കൂടി ചേരുവാൻ വേണ്ടി, ക്രിസ്തുവിനെ ധരിക്കാൻ വേണ്ടി അവർ കാണിച്ച സ്നാനമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തോടെ സ്നാനമെന്ന് അപ്പോസ്തലന്മാർ 2:38, 8:16, 10:48, 19:1 മുതൽ 5 വരെയും പിന്നെ ലേഖനങ്ങളിലെല്ലാം വളരെ വളരെ എഴുതപ്പെട്ട വാക്യങ്ങൾ. കൊലോസ്യർ 3:17 പറയുന്നു, വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണമെന്ന് പറയുന്ന ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടിട്ടുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്ക് കേൾക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ്
വഞ്ചനയുടെ ആത്മാവാകുന്നു എന്ന് 1 യോഹന്നാൻ 4:6 വളരെ സ്പഷ്ടമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ എന്താണ് പറഞ്ഞത്? വി ആർ ഓഫ് ഗോഡ്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ ആത്മാവ് ഏതാണെന്നോ, സത്യത്തിന്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും ഇതിൽ കൂടെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാരുടെ വാക്കുകൾ കേട്ടു പ്രമാണിക്കുന്ന, അവരിൽ വ്യാപിക്കുന്ന ആത്മാവാണ് സത്യത്തിന്റെ ആത്മാവ്. അവരുടെ പ്രമാണങ്ങൾ കേട്ടു പാലിക്കാത്തവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദുരാത്മാവാകുന്നു എന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു. അങ്ങനെയെങ്കിൽ വഞ്ചനയുടെ ആത്മാവ് വ്യാപരിച്ചിരിക്കുന്ന തൃത്വഭാഷന്മാര് സ്നാനപ്പെടുത്തുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമം എന്ന് പറയുന്നു. ശിശുക്കളെ പ്രതിഷ്ഠിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്ന് പറയുന്നു. വിവാഹ ശുശ്രൂഷ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്നും പറയുന്നു. ഏതെങ്കിലും ഹൗസ് വാമിംഗ് പ്രോഗ്രാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്ന് പറയുന്നു. ഏതെങ്കിലും ഇനാഗുറേഷൻ, കല്ലിടിയില് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ശവ അടക്ക്, ഇതെല്ലാം ഇവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാര് പറയുന്ന വാക്കുകൾ ഇവർ കേൾക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-9 പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരുവൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മിഖായേലോ, ഗബ്രിയേലോ, ഊരിയേലോ, അഹായേലോ, ഏത് ദൂതന്മാര് ഇനി ലോകത്തിൽ വന്നൊരു സുവിശേഷം പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് ഒരു സ്വർഗീയത്തിലെ ഒരു ദൂതൻ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന തൃത്വ സഭകളിൽ പോകുന്ന, മേൽ പ്രസ്താവിച്ച സഭകളിൽ പോകുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലായിരിക്കുന്നു എങ്കിൽ അത് നാമമല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമം യേശു ക്രിസ്തു ആണെന്ന് അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം മനസ്സിലായി. അതുകൊണ്ട് സ്വർഗത്ത് രാജ്യത്തിന് താക്കോലുകൾ ഉള്ള പത്രോസ് ഇവിടെ പൂട്ടുമ്പോൾ സ്വർഗത്തിൽ പൂട്ടും, ഇവിടെ അഴിക്കുമ്പോൾ സ്വർഗത്തിൽ അഴിക്കുന്ന അത്രയും പവറും അത്രയും ഒതന്റിസിറ്റിയും ഓതറൈസും എംപവറും ചെയ്തിരിക്കുന്നതായ പത്രോസ് വിളിച്ചു പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ തൃത്വഭാഷന്മാരും തൃത്വ വിശ്വാസികളെ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം തെറ്റാണെന്നും യേശുക്രിസ്തുവിന്റെ നാമം ദുരുപദേശമാണെന്നും പറഞ്ഞതിന് ശേഷം നിങ്ങൾ അന്യഭാഷയിൽ ഹലബല ഹന്തല ഹുന്തല വന്തല പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് ദുരാത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടെങ്കിലേ പ്രാപിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് 2:38 പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്ന ഈ അന്തള കുന്തള പന്തള ഈ ദുരാത്മാവാണെന്ന് ബൈബിൾ പറയുന്നു. പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ അത് സത്യത്തിലേക്ക് വഴി നടത്തും, അപ്പോസ്തലന്മാരെ നടത്തിയതുപോലെ. ഇനിയും നിങ്ങൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ബൈബിളിലുണ്ട്. അത് കൊർന്നേലിയോസിന്റെ ഭവനക്കാരാണ്. അവിടെ പത്രോസ് ദൈവം പ്രത്യേക രീതിയിൽ ഒരു പ്രേരണയാൽ അവിടേക്ക് നടത്തിയപ്പോൾ അവിടെ ചെന്ന് പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു. പക്ഷെ എന്താ അവർ ചെയ്തത്? ആ സെർമൺ, ആ യോഗത്തിന് ശേഷം ഇമ്മീഡിയറ്റ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ പത്രോസ് കൽപ്പിച്ചു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവും സ്നാനവും ഇന്റർലിങ്ക്ഡ് ആണ്. ഒരുവൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ അവന് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുമെന്നുള്ള പ്രോമിസ് ഓൾറെഡി ബൈബിളിലുണ്ട്. അത് ദൈവം തരേണ്ടതാണ്. അത് എപ്പോൾ വേണം തന്നോട്ടെ. ഇനിയും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ തയ്യാറാകണം. നിങ്ങളൊരു സ്നാനമേറ്റതാണ്,
ഇനി അതിന്റെ ആവശ്യമേ ഉള്ളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഒന്ന് ഏറ്റാണെന്ന് പറഞ്ഞ് സംതൃപ്തിപ്പെട്ട് ഇനി ഒരു സ്നാനം വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ ബൈബിൾ കൂടെ തെളിവ് തരാം. ഒരിക്കൽ സ്നാനമേറ്റ, മാനസാന്തര സ്നാനമേറ്റ യോഹന്നാന്റെ 12 ശിഷ്യന്മാരെ പൗലോസ് സുവിശേഷം അറിയിക്കുകയും പൗലോസ് പറഞ്ഞു, യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് അവന്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണമെന്നാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ യേശുവിൽ വിശ്വസിച്ചു. ഉടനെ അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്തു, കർത്താവായ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ പറയുന്നതിന്റെ ക്രിയ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കേണ്ടതാകുന്നു. എഫെസോസിലെ 12 ശിഷ്യന്മാരെ പോലെ എന്ന് നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഏറ്റിരിക്കുന്ന സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതല്ല എങ്കിൽ ബൈബിൾ പ്രകാരം എഫേസ്യർ 4:5 പറയുന്ന വിശ്വാസം 1 സ്നാനം 1 എന്ന് പറയുന്ന സ്നാനത്തിൽ വന്നിട്ടില്ല. ആ ഒരു സ്നാനം നേരത്തെ 10ഓ 100ഓ സ്നാനം ഏറ്റാലും ബൈബിൾ പ്രകാരമുള്ള ഒരു സ്നാനം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു നാമത്തിലുള്ളതാണ്. അത് അപ്പോസ്തലർ 2:38 8:16 10:48 19 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ ആർക്കെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു സ്നാനം കൊടുത്തായി ഒരു തെളിവ് ബൈബിൾ കൂടെ നിങ്ങൾ തരുവാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു വിശ്വാസി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ ഒരു തെളിവ് നിങ്ങൾ തരാൻ പറ്റുമോ? ഇല്ല എങ്കിൽ എന്തിനാണ് ഈ BTH MTH പറയുന്ന ഈ ദുരുപദേശകാരുടെ, ഈ ബുദ്ധി ഇല്ലാത്തവരുടെ, ഈ മന്ദബുദ്ധികളുടെ സുവിശേഷം കേട്ട് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തണം? തീർച്ചയായിട്ടും തൃത്വോപദേശത്തിൽ വിശ്വസിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റു പോകുന്ന ഒരു വ്യക്തിയുടെയും പാപം മോചിച്ചിട്ടില്ല. അവർ ഇപ്പോഴും പാപികളായിരിക്കുന്നു. അവർ മരിച്ചുപോയാൽ അവർ പാപത്തിൽ മരിക്കും. അങ്ങനെ പാപത്തിൽ മരിച്ചാൽ അവർ തീപ്പൊയ്കയിലേക്കായിരിക്കും. എറ്റേണിറ്റി അവർ നരകത്തിൽ യാതനാ സ്ഥലത്തായിരിക്കും എന്നുകൂടെ വളരെ വ്യക്തമായി ഓപ്പണായിട്ട് ഞങ്ങൾ സംസാരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പൊത്തി സോപ്പിട്ട് പറയേണ്ട കാര്യമല്ല. ഈ അന്ത്യകാല ഈ രക്ഷയുടെ സമയത്ത് ഈ സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ JC&NDSD കൂടെ നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് നിങ്ങൾ പാപിയായി മരിച്ചു ന്യായസന്നിധി യേശു ക്രിസ്തുവിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഞങ്ങളിത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറയും, JC&NDSD കൂടെ ഇന്ന ദിവസം ഏബ്രഹാം കുട്ടി സംസാരിച്ചു ഈ സ്നാനത്തെ കുറിച്ച്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് മുമ്പിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവാകുന്നു. പക്ഷേ ന്യായാധിപ സംഘത്തിൽ ചെന്ന് യേശുവിന് മുമ്പിൽ വെച്ച് അത് പാടിയാൽ ഒരു പ്രയോജനമില്ല. കൊങ്ങയ്ക്ക് പിടിച്ചെടുത്ത് അത്തീര് കൊടുത്ത് ആ യാഥാൻ സ്ഥലത്തേക്ക് വിടും. ഇത് എന്റെ ഒരു ഭാഷയെ പറഞ്ഞ കേട്ടോ, എന്റെ സ്വന്തമായിട്ട് പറഞ്ഞ. അവർ ഇരുട്ടുള്ളതും അറയിലേക്ക് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അത്ര ഭയാനകമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകണോ? നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുത്തണോ? നിങ്ങളുടെ ജീവൻ കളയണമോ? എന്റെ സഹോദരി സഹോദരന്മാരെ, വളരെ ഭാരത്തോടും ഹൃദയവേദനയോടും അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ പറയുന്നത്, പ്രസവ വേദനപ്പെടുകയാണ് ഒരുവനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, അപ്പോസ്തലനായ ജോൺ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തെ അറിയാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് എന്തെന്നും വഞ്ചനയുടെ ആത്മാവ് എന്തെന്നും ഇതിൽ കൂടെ മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷന്മാര് കള്ള ഉപദേശരും കള്ളപ്പാഷന്മാരും നിങ്ങളോട് സത്യം പറയുന്നില്ല. ബൈബിൾ ഒരു ദൈവമേ ഉള്ളൂ. അത് പഴയ നിയമത്തിലെ യഹോവ, പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു ആകുന്നു. പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു നാമം. എല്ലാ നാമത്തെക്കാളും മേലായ നാമം, എല്ലാ നാമം ഏറ്റുപറയുന്ന നാമം ആണ്. മാത്രമല്ല അപ്പോസ്തലനായ പത്രോസ് ഭീരുവായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവൻ പിന്നീട് പരിശുദ്ധാത്മാവ് ലഭിച്ചതിനു ശേഷം പത്രോസ് ലോകത്തെ ചലഞ്ച് ചെയ്ത് വിളിച്ചു പറഞ്ഞു, neither is a salvation in any other, for there is none other name under heaven given among men whereby we must be saved. ഒരൊറ്റ നാമമേ ഉള്ളൂ രക്ഷ പ്രാപിക്കുവാൻ. ഒരൊറ്റ നാമമേ ഉള്ളൂ പാപങ്ങളെ കഴുകിക്കളയുന്നത്. ഒറ്റ നാമമേ ഉള്ളൂ ക്രിസ്തുവിനെ ധരിക്കുന്നത്. ഒറ്റ നാമമേ ഉള്ളൂ ക്രിസ്തുവിനൂടെ മരിച്ചടക്കപ്പെടുന്ന ഉയർത്തെഴുന്നേൽക്കുന്നത്. അതാകുന്നു
യേശു എന്ന നാമം. ഈ യേശു എന്ന നാമം സ്നാനത്തിൽ വരുമ്പോൾ ഈ തൃത്വപാഷന്മാരായിരിക്കുന്ന വാഞ്ചകന്മാരും കള്ളപാഷന്മാരും കള്ള ഉപദേശകരും ആ നാമത്തെ തിരസ്കരിച്ചുകൊണ്ട് ചവിട്ടിക്കളയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണമേ, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത്, നിങ്ങൾക്ക് വേണ്ടി രക്തം ധാരധാരയായി ഒഴുകിപ്പെട്ടവൻ, നിങ്ങൾക്ക് വേണ്ടി അവസാന രക്തം വെള്ളവും ഒഴുക്കിയതാരാണ്? യേശു ക്രിസ്തു എന്ന ദൈവമല്ലേ? പിതാവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ? നിങ്ങൾക്ക് വേണ്ടി മരിച്ചതാരാണ്? അത് ബേത്ലഹേമിൽ ജനിച്ചു 33 വർഷക്കാലം ലോകത്തിൽ ജീവിച്ചു, നല്ല പ്രവൃത്തികൾ ചെയ്തു, കുരുടരെ കാഴ്ച കൊടുക്കുമാറാക്കി, രോഗികളെ സൗഖ്യമാക്കിയവൻ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയവൻ, വിശക്കുന്നവർ ആഹാരം കൊടുത്തവൻ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ. ഹല്ലേലൂയ! ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തുവിന്റെ നാമം സ്നാനത്തിൽ തള്ളിക്കളയുന്ന തൃത്വത്തിലെ വഞ്ചകന്മാരിക്കുന്ന കള്ളപ്പാഷന്മാരെ, കള്ള ഉപദേശകരെ, നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവ് വഞ്ചനയുടെ ആത്മാവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, തൃത്വ സഭകളിൽ കുടുങ്ങിക്കിടക്കുന്ന സാത്താന്റെ ബന്ധനത്തിലായിരിക്കുന്ന ചങ്ങലയിലായിരിക്കുന്നവരെ, നിങ്ങൾ ഈ ചങ്ങലയെ പൊട്ടിക്കുക, ഈ അമ്മിക്കയറുകളെ പൊട്ടിച്ചുകൊണ്ട് വെളിയിൽ വരിക. ലേഖനത്തിൽ പറയുന്നു, വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവരുടെ ഇടയിൽ നിന്നു വിട്ടുപോരുവിൻ. ആരുടെ ഇടയിൽ നിന്നാണ്? ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ള സഭകൾ പഠിപ്പിക്കുന്ന തൃത്വം എന്ന മാരകമായ ദുരുപദേശം, ആ തൃത്വം എന്ന ആ മാരകമായ വിഷം കുടിച്ച് നിങ്ങൾ മത്തരായി, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാരാകുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. അപ്പോസ്തലൻ വരച്ചു കാണിച്ച ദൈവം യേശു ക്രിസ്തു ആയിരിക്കുന്നു. ആ യേശു ക്രിസ്തു എന്ന ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ മാറ്റി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 ദൈവം, ഒരു ദൈവത്തിൽ 3 വ്യക്തികൾ, സാരാംശം, സത്ത, മെത്ത, കൊത്ത, തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, ഒരു ഊസ്യ, 3 ഹിപ്പോസ്റ്റാസിസ്, 1 in 3, 3 in 1 എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കുന്ന വഞ്ചനയും തത്വജ്ഞാനത്തിലും നിങ്ങൾ കുടുങ്ങിപ്പോകാതെ ലോകരക്ഷിതാവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുക. വേറൊരു വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3-ാം വാക്യം ശ്രദ്ധിച്ചാലും. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്. But if our gospel be hid, it is hid to them that are lost. ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാകുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചു പോരുന്ന പെന്തക്കോസ്ത് ദിവസം മുതലുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട 3000 പേര്, പിന്നീട് 5000 പേര്, പിന്നെ 7000 പേര്, പിന്നെ യഹൂദന്മാര്, സ്ത്രീകള്, അനേക പുരോഹിതന്മാര്. ചരിത്രം പറയുമ്പോൾ AD 50 ആയപ്പോൾ യെരുശലേമിൽ ഏകദേശം 50,000 ആൾക്കാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട അവർ ദൈവസഭയോട് ചേർത്തു ദൈവം. അങ്ങനെയെങ്കിൽ അന്നു മുതൽ ഇന്നും ഇനിയും യേശുക്രിസ്തുവിന്റെ വരവരെയും യേശുക്രിസ്തുവിന്റെ സഭയിലേക്ക് യേശുക്രിസ്തു ചേർക്കുവാൻ പോകുന്നത് ഒരുവൻ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം ദൈവത്തിന്റെ സഭയോട് ചേർക്കുന്നത് എന്ന് ബൈബിൾ പ്രകാരം ഞാൻ നിങ്ങളോട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ തൃത്വ സഭകളിലെ പാസ്റ്റർമാര് കള്ളയിടയന്മാരും വഞ്ചകരും ദുരുപദേശകരും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുമാകുന്നു മനസ്സിലാക്കി എത്രയും വേഗം നിങ്ങളുടെ രക്ഷയ്ക്കുള്ള മാർഗം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ആർക്കെങ്കിലും ഹൃദയത്തിൽ വേദനയുണ്ടോ, ആർക്കെങ്കിലും ഞാൻ പറയാൻ തെറ്റാണെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഫോൺ വിളിക്കാം. മൈ നമ്പർ ഈസ് 9324055585. അല്ല എങ്കിൽ
JCNDSയുടെ ലൈവ് ചാനൽ വരിക, ഞങ്ങളോട് സംവാദിക്കാം, ഡിബേറ്റ് ചെയ്യാം, ഡിസ്കഷൻ ചെയ്യാം എന്നുകൂടെ അറിയിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കത്തോലിക്ക മുതൽ തൃത്വ പെന്തക്കോസ്ത് വരെയുള്ള ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത യേശുവിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അവരാരും തൃത്വമെന്നോ ത്രിയേകനോ തൃത്വത്തിൽ ഒന്നാമൻ രണ്ടാമൻ എന്നോ ആരും സംസാരിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാര് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും കാണിക്കുകയും എഴുതപ്പെട്ടതുമായിട്ടുള്ള സത്യവചനങ്ങളെ നിങ്ങൾ മാനിക്കുക, അനുസരിക്കുക. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 2-ാം-അധ്യായത്തിന് 17 പറയുന്നു, ഞങ്ങൾ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. അപ്പോൾ വചനത്തിൽ അനേകര് കൂട്ടിച്ചേർക്കുന്നു. തൃത്വ പെന്തക്കോസ്തുകാരാണ് കൂടുതലും ചേർക്കുന്നത്. കത്തോലിക്ക, ആംഗ്ലിക്കൻ, എപ്പിസ്കോപ്പൽ ചർച്ച മാറ്റി നിർത്തിയാൽ ഏറ്റവും വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നത് തൃത്വ പെന്തക്കോസ്തുകാരാകുന്നു. അവിടുത്തെ കള്ളയിടയന്മാരും കള്ളപ്പാഷന്മാരും കള്ള ദുരുപദേശകരുമാകുന്നു വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം ഏകൻ എന്ന് പഠിപ്പിക്കുമ്പോൾ ഏകന്റെ മുമ്പിൽ ഒരു 3 ഇട്ടിട്ട് ത്രിയേകൻ എന്ന് പഠിപ്പിക്കുന്നു. അത് ബൈബിൾ കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? അനേകര് ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. അപ്പോൾ തൃത്വ പെന്തക്കോസ്തിലെ ഈ പാഷന്മാരും വഞ്ചകരും വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നു. എന്താണ്? ദൈവം ഏകൻ എന്ന് പറയുമ്പോൾ ത്രിയേകൻ എന്ന് കൂട്ടിച്ചേർക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു, തൃത്വം കൂട്ടിച്ചേർക്കുന്നു. തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, സാരാംശം, സത്ത, ഇതെല്ലാം ബൈബിളിനോട് കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കണം, അവർ വഞ്ചകരാകുന്നു. അവരിൽ ഭരിക്കുന്ന ആത്മാവ് വഞ്ചനയുടെ ആത്മാവാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ഇതാണ് ഞാൻ ഇന്ന് ഈ ലൈവിൽ കൂടെ നിങ്ങളോട് അറിയിച്ചത്. ഈ വചനം നിങ്ങൾ അറിയണം. എന്തുകൊണ്ടെന്നാൽ കൃപയുടെ വാതിൽ അടയ്ക്കുവാൻ സമയമായിരിക്കുന്നു. നോഹയുടെ പെട്ടകം അതിന്റെ വാതിൽ അടച്ചത് നോഹയും കുടുംബവും അവർ 3, 6, 8 പേര് കയറി കഴിഞ്ഞതിന് ശേഷം യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. അതിനുശേഷം ആരും അവിടെ പ്രവേശിക്കാൻ സാധ്യമല്ലാതെ വന്ന പോലെ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലവുമാകും എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഈ പീരീഡ് ഗ്രേസ് പീരീഡ് ആകുന്നു. ഈ കൃപായുഗത്തിന്റെ വാതിൽ അടയാൻ സമയമായിരിക്കുന്നു. നമ്മൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും, ക്ഷാമം, ഭൂകമ്പം, അതുപോലെ റേപ്പ്, അതുപോലെ കറപ്ഷൻ, ഈ ലോകത്തിലെ കൊലപാതകങ്ങളെല്ലാം കാണുമ്പോൾ, ഈ ഏറ്റവും കറപ്ഷന്റെ പീക്ക് ടൈം നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മുടെ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഈറ്റുനോവായിക്കൊണ്ട് നിങ്ങൾ തൃത്വ പെന്തക്കോസ്തിലെ നാമധേയ പെന്തക്കോസ്തിലായിരിക്കുന്ന 40, 50, 60, 70, 80, 100 വർഷമായിരിക്കുന്ന പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനികളെ, നിങ്ങൾ പാപത്തെ മോചിപ്പിക്കുന്ന, പാപത്തെ കഴുകിക്കളയുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല, ക്രിസ്തുവിന്റെ കൂടെ ചേർന്നിട്ടില്ല എന്ന് ബൈബിളിന്റെ ആധാരത്തിൽ ഞാൻ നിങ്ങളെ വാക്യങ്ങൾ തെളിയിച്ചു സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ ഇഷ്ടം. ബൈബിൾ എന്ത് പറയുന്നു? അഴുക്കാടുന്നവൻ അഴുക്കാകട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, നീതിമാൻ തന്നെ നിർമ്മലീകരിക്കട്ടെ, ഓർ ശുദ്ധീകരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും ലോകത്തിൽ പ്രചരിപ്പിച്ച അതേ സുവിശേഷമാണ് ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ കേട്ടത്. ഇത് നിങ്ങൾ അംഗീകരിക്കുക. അംഗീകരിച്ചാൽ നിങ്ങൾ നിത്യതയിൽ രക്ഷയുണ്ട്. ഇല്ല എങ്കിൽ അന്ത്യത്തിൽ ശിക്ഷാവധിയാകുന്നു മനസ്സിലാക്കുക. അപ്പോൾ അപ്പോസ്തലന്മാര് 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചപ്പോൾ അവരോട് എന്തു പറഞ്ഞു? യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്, യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ തർജ്ജമ ചെയ്തു, അവരെ അടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ ഇത് യേശുവിന്റെ നാമക്കാരാണ്, ഇത് ദുരുപദേശക്കാരാകുന്നു
എന്ന് നിങ്ങളുടെ പാഷന്മാര്, നിങ്ങളുടെ നേതാക്കന്മാര് പറയുമ്പോൾ മനസ്സിലാക്കുക, ഈ പാഷന്മാര് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാകുന്നു. 1-ാം നൂറ്റാണ്ടിലെ പരീശന്മാരെ പോലും സദൂക്യരെയും അല്ലെങ്കിൽ സ്ക്രൈബ് അങ്ങനെയുള്ളവരെ പോലെ ആകുന്നു നിങ്ങളുടെ പാഷന്മാരെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ രക്ഷ ഭദ്രമാക്കുവാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം ഉദ്ധരിക്കുന്നു. Neither is the salvation in any other form. There is none other name under heaven given among men whereby we must be saved. മറ്റൊരു രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും ഈ കേൾക്കുന്ന സന്ദേശങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങളുടെ നോൺ ഗ്രൂപ്പില്, നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക്, നിങ്ങളുടെ പാഷന്മാർക്ക് അയച്ചു കൊടുക്കുകയും ഈ ഈ ഈ ഈ ഗോസ്പലൈസേഷനില് ഈ ഗോസ്പൽ പ്രചരണത്തില് നിങ്ങളും പങ്കാളികളെ തരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം സമൃദ്ധിയായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.